என்ன வள்ளி, എന്തിനാ കരയുന്ന? എന്നെ കാപ്പാത്തുക യജമാ. உனக்கு என்னாச்சு? நான் முழுகாம இருக்கேன். நான் அன்னைக்கே உங்ககிட்ட சொன்னேன் இல்ல? இப்ப அழுது என்ன பிரயோஜனம்? போய் அவர்கிட்ட சொல்லு. யஜமா, என்ன காப்பாத்துங்க. எனக்கு பயமா இருக்கு யஜமா. என்ன கைவிட்டுடாதீங்க. நீங்க எனக்கு கடவுள் மாதிரி. எப்படியாவது என்ன காப்பாத்துங்க யஜமா. எங்க அப்பாவுக்கு இந்த விஷயம் தெரிஞ்சா. சரி எழுந்திரி. நீ கர்ப்பமா இருக்கிற விஷயம் வெளியே யார்கிட்டயும் சொல்லிடாத. வெளியே தெரிஞ்சா இந்த குடும்பத்தோட மானம் போயிடுமா. அழாத. போ, போய் வேலை பாரு. நான் ஏதாவது ஒரு வழி இருக்கான்னு பாக்குறேன். போ போமா. നീ ചെന്ന് പറഞ്ഞാൽ അവൻ എന്നെ അങ്ങ് വിഴുങ്ങുന്നു വിചാരിച്ചോടി പുല്ലേ. ഇല്ലെന്നാ നീங்களே எனக்கு ஒரு വഴി சொல்லுங்க. അപ്പടി വഴിക്ക് വാ. രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ചൊല്ലിത്തരേ. കേപ്പിയാ? ഉൻ ഗർഭத்துக்கு ഉത്തരവാദി முத்துகிருஷ்ணனானது சொல்லணும். மாட்டேன். முத்தேஜ்மானுக்கு கடவுள் மாதிரி நான் சொல்ல மாட்டேன். சொல்ல மாட்டேன்? மாட்டேன். அப்படினா நீ யாரோடும் இனி ஒண்ணுமே சொல்ல மாட்டே. மகளே பள்ளி, நீ இருக்கம்மா தூக்கில தொங்கிட்ட. வள்ளி 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 தனியா சாகல. இது வெறும் சாவல்ல, கொலை. എന്ത് ഭ്രാന്താണ് പറയുന്നത്? ഭ്രാന്തല്ല ശനെ, വള്ളിയെ കൊന്നതാണ്. യാരെന്ത് കൊലകാരപ്പാവി? முத்துகிருஷ்ணன். நம்ம முத்துகிருஷ்ணா? ஆமா, நம்ம முத்துகிருஷ்ணன் தான் வள்ளியை கொலை செஞ்சது. முத்துகிருஷ்ணனுக்கும் வள்ளிக்கும் கள்ளத்தோட விறக்கு தெரியும். கசுமா, நாங்க என்ன செய்யறது? கொலை செஞ்சது உங்க குடும்பத்தை சேர்ந்தவன்னு சொல்றாங்களே. யாரோட குடும்பத்தை சேர்ந்தவரா இருந்தா என்னடா? புடிச்சு கட்டி நாட்டுக்கூட்டத்தை கொண்டு வா. நாட்டுக்கூட்ட விசாரணை செய்யட்டும். இல்ல, இது சதிയാണ്. അല്ല, സത്യമാണ്. അമ്മായി വേണ്ട, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ഗർഭിണിയായ അവള് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇവന്റെ കാല് പിടിക്കുന്നത് ഞാൻ കണ്ടതാണ്. ചന്തൂട്ടി, നീ ഇത് വിശ്വസിക്കരുത്. ഞാൻ പിന്നെ ആരും വിശ്വസിക്കടാ. ചന്തൂട്ടി, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. മതിയുടെ നിന്റെ അഭിനയമൊക്കെ. ഇത്രയും ദുഷ്ടത്തരം ചെയ്ത ഒരുത്തരെ വിട്ടയക്കാൻ പാടില്ല. പട്ടണത്തിലിருந்து പോലീസ് കൂപ്പിടാങ്ക. വേണ്ട വേണ്ട, പോലീസിനെ വിളിക്കുന്നത് നാട്ടുകൂട്ടത്തിന് അപമാനമാണ്. നാട്ടാചാരപ്രകാരം ഇവന്റെ തല പൊട്ടയടിച്ച് വണ്ടിയിൽ കെട്ടിയടിച്ച് വടക്കുംപെട്ടി കടത്തി വിടുന്നതാണ് നല്ലത്. ஆமா, அதான் சரி. நீ சொல்லுங்க. ஆமா, நாட்டுக்கூட்டம் பார்கவன் சொன்னதை ஒப்புக்கொள்றோம். இனிமே தீர்ப்பு நடக்கட்டும். നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതരണം. അത്രയും കരുണയെങ്കിലും നിങ്ങൾ എന്നോട് കാട്ടണം. നിന്നോട് കരുണയോ? എന്താണ് നോക്കിയിരിക്കുന്നത്? അവന്റെ കൊമ്പ് രണ്ടും വെട്ടി തല പഠിച്ചിറക്കടാ. ആശാനെ, വടക്കുംപെട്ടി തേവരെ പിടിച്ച് ആണയിട്ട് കള്ളസാക്ഷി പറഞ്ഞതിന് വല്ല കുഴപ്പമുണ്ടാവും? വടക്കുംപെട്ടി തേവരെ നമ്മളെ അങ്ങ് ഒലച്ചു. ഓടാ അവിടുന്ന്. സീതമ്മയുടെ കാര്യം അത് നിനക്ക് തന്നെ. തള്ളി വിടറാ വണ്ടി.
வந்து சேருது. എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഇന്ന് ഭോഗി നാളാണ്. പഴയതെല്ലാം തീയിലിരിക്കണം. കഴിഞ്ഞതൊക്കെ മറക്കണം. ഇല്ല, മറക്കില്ല. തീയിലരിച്ചാലും എരിയാത്ത പലതുമുണ്ട്. അതൊക്കെ മറന്ന ദൈവം പൊറുക്കില്ല. എന്തൊക്കെ ഈ പറയണേ? നീ ചെല്ല. കണ്ടോ? കണ്ടു. അച്ഛനും മോളും കൂടെ ബൈക്കിൽ സവാരി പോണ കണ്ടു. നേരാ? ആ, പിന്നെ ചന്തുട്ടിയണ്ണൻ ആള് കുറെ മാറിയിട്ടുണ്ട്. കുടി നിർത്തിന്നാ എന്നോട് പറഞ്ഞത്. ആ, പിന്നെ വേറൊരു വിശേഷം കൂടി കേട്ടു. ചന്തുട്ടിയണ്ണനെ കൊണ്ട് സീതമ്മയെ കെട്ടിക്കാൻ ഒരാലോചനയുണ്ട് അത്രേ. ചന്തൂട്ടി അതിനെ സമ്മതിച്ചോ? സമ്മതിച്ചോന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ ഇങ്ങ് കൊണ്ടുപോരും. സീതമ്മയുടെ കൈകൊണ്ട് കൊത്തുകൊള്ളാനൊന്നും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ എന്താ ഈ കാണിക്കണേ? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കണേ? മിണ്ടിപ്പോകരുത്. നാക്കേ ചവിട്ടി പറിച്ചളയും. പോട്ടെ പോട്ടെ എന്ന് കരുതി കണ്ണടച്ചപ്പോ കണ്ണു കുത്തിപ്പട്ടിക്കാൻ പോണോ? നിന്റെ ഈ പത്രാസും കോപ്പും ഒക്കെ ചന്തൂട്ടിയുടെ പണ അറിയോ നിനക്കത്? അയാളുടെ പണം കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? നീ ഒന്ന് നാവടക്കടി. അങ്ങനെ നാവടക്കി നടക്കാൻ ഞാൻ വണ്ടിക്കാളൊന്നുമല്ല. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. ആരാ തീരുമാനിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഉത്സവം കഴിഞ്ഞാൽ ചന്തൂട്ടി നിന്റെ കഴുത്തെ താലി കെട്ടും. അതിന് സമ്മതിച്ചില്ലെങ്കിൽ അപ്പന്റെ തനി സ്വരൂപന്റെ മോള് കാണും. അക്രമൊന്നും കാണിക്കല്ലേ മോനെ, നിനക്കൊന്നേ ഉള്ളൂ. അങ്ങനെ മാറി നിൽക്കല്ലേ? അയ്യോ, നിന്റെ തലയിലെടുത്തേ വീഴോടാ താലമാടാ. അശനെ സീതമ്മേനെ ചന്തുട്ടി മേലാണ് കെട്ടിച്ചു കൊടുക്കാൻ പോയാണോ? എന്താ മഴയും വെയിലും മാറി എനിക്ക് കെട്ടിച്ചില്ലാന്ന് പറഞ്ഞിട്ട്? മഴയും വെയിലും എന്നാടാ മാറണേ കഴുതേ? അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ കെട്ടാൻ നിനക്ക് എന്താടാ യോഗ്യത? അപ്പൊ ഇത്രയും നാൾ ആശാൻ പറഞ്ഞതോ? ഞാൻ അങ്ങനെ പല തമാശയും പറഞ്ഞതിരിക്കും. ഇതൊക്കെ കേട്ട് നീ വിശ്വസിക്കുന്ന എന്തിനാ? ഇങ്ങനെ ചങ്കിക്കുത്തര വർത്താനം പറയുന്നത് ആശാനെ. ഇത് കണ്ട, ഇത് കയ്യിലല്ല ചങ്കിലാണ് എഴുതിയിരിക്കുന്നത്. സീതമ്മേനെ മറ്റാർക്കും കൊടുക്കരുത് ആശാനെ. ആശാനെ മാറടാ. ഇല്ല, ഞാൻ മാറൂല. സീതമ്മേനെ എനിക്ക് താൻ സമ്മതിക്കാതെ ഞാൻ മാറൂല. മാറി നിൽക്കണം, മാറ്. പുല്ലേ പറഞ്ഞ് ആശിപ്പിച്ചിട്ട് ഇപ്പൊ ചവിട്ടി മാറ്റണ. എന്നെ കൊണ്ട് കടങ്ങി ചെയ്യിപ്പിക്കരുതാ. കുഞ്ഞമ്പു അതേടാ, കുഞ്ഞമ്പു തന്നെ, ചപ്പാണി കുഞ്ഞമ്പു. നിന്റെ കൊമ്പ് രണ്ടു മടിച്ച് കുഴലുണ്ടാക്കി ചെണ്ടമേളത്തിന് കൊമ്പ് വിളിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞമ്പു നല്ലടാ ചെറ്റ്. ഇല്ലടാ, ഒന്നുകൂടി പറയടാ. ആമാണ്ടാ. இந்த കുഞ്ഞമ്പു ഒരു തടവ சொன்னா 100 தடவை சொன்ன மாதிரி தான்டா பொறுக்கினாய். வரேன்டா. ചന്ദ്രൻ മേലാനേ,
രഥോത്സവം കഴിയട്ടാ നിന്നെ നാട്ടുകൂട്ടം കൂട്ടി തുണ്ടം തുണ്ടമായി വെട്ടിക്കും ഞാൻ. രഥോത്സവം കഴിയട്ടാ നിന്നെ നാട്ടുകൂട്ടം കൂട്ടി തുണ്ടം തുണ്ടമായി വെട്ടിക്കും ഞാൻ.